ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ലവി അന്വേഷിച്ച് മാഷ് അവിടെ കോളേജിൽ വരെ എത്തി. പക്ഷേ അതിവിദഗ്ധമായിട്ട് അദ്ദേഹത്തിനെ അവിടുത്തെ അയാൾ പറഞ്ഞു വിടുകയും ചെയ്തു. ഇവരിവിടെ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ സേതുവിനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചതേ നമ്മുടെ പൂർണിമ വീട്ടിലിരിക്കുകയാണ്. അച്ചുവിനെ കൊണ്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അമ്മ കിടന്നുറങ്ങിക്കോ, വലിയേട്ടൻ വരുമ്പോൾ ഞാൻ വാതിൽ തുറന്ന് കൊടുത്തോളാം എന്ന് അച്ചു പൂർണിമയോട് പറഞ്ഞു. പക്ഷേ മകൻ വരാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ സ്വപ്നം കണ്ട് സേതുവിന് അപകടം വരുന്നത് കണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഋതു വരുന്നത്. ഞാനും ഒരു സ്വപ്നം കണ്ടായിരുന്നു, വെളുപ്പം കാലത്ത് കണ്ടതുകൊണ്ട് മിക്കവാറും അങ്ങനെ നടക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ ഋതു, നീ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു അച്ചു. ഇവിടെ വലിയേട്ടനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു തമാശ എന്ന് പറഞ്ഞ അച്ചു. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ല അച്ചു, സത്യമാ. സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതേ അത് സത്യം തന്നെയാ. പക്ഷേ ഡേറ്റ് ഓർക്കുന്നില്ല ഞാൻ. എന്തായാലും ഒരാഴ്ചയായി കാണും, ഉറപ്പായിട്ടും ഒരാഴ്ചയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഋതു, നീ അകത്ത് പോകാൻ നേരം പൂർണിമ പറഞ്ഞു. ശരി, ഞാൻ പോയിക്കോളാം. പിന്നെ അമ്മയും മൂത്ത മോളും കൂടി സേതു മാധവന്റെ വരവും നോക്കി ഇവിടെ അങ്ങനെ ഇരുന്നോ. ചിലപ്പോഴേ വരുന്നത് തനിച്ചായിരിക്കില്ല, കൂടിയേ പോലീസും ഒക്കെ കാണുമെന്നും പറഞ്ഞ് നമ്മുടെ ചേച്ചി അങ്ങ് പോയി. ചേച്ചി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരാകെ ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച് കാണുമോ എന്നുള്ളൊരു പേടിയാണ് ഇവർക്ക്. അങ്ങനെ പേടിച്ച് വിറച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. സേതു വന്നില്ലല്ലോ എന്നുള്ളൊരിതിൽ. ഈ സമയത്ത് നമ്മുടെ പല്ലവി അവിടെ കിടക്കുക. ഭയങ്കരമായിട്ട് മഴയുണ്ട്. പല്ലവി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ അവിടെ വന്നിരിക്കുന്നു. അപ്പോഴേക്കും സേതു നല്ല ഉറക്കം അപ്പുറം കിടന്നു. അപ്പോൾ സേതുവേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. സേതു അന്നേരം അതൊക്കെ കണ്ണ് തുറന്ന് നോക്കി. എന്താ പല്ലവി എന്ന് ചോദിച്ചു. അതെ, പുറത്ത് നല്ല മഴയുണ്ട്, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇടി കുടുങ്ങി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സേതുവിൻ്റെ നെഞ്ചിലേക്ക് പല്ലവി ഒരു ഒറ്റ കിടക്കൽ. കാരണം ഈ ശബ്ദം കേട്ടേ. എന്നിട്ട് പിന്നെ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സേതു ഇങ്ങനെ വല്ലാതെ ഒരു ഇതിലിരിക്കുക. അപ്പോൾ പല്ലവി പതുക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സേതുവിനെ നോക്കുക. എന്നിട്ട് സോറിയൊക്കെ പറഞ്ഞേ. അപ്പോൾ അതൊന്നും സാരമില്ല, പേടിക്കൊന്നും വേണ്ട പല്ലവി എന്ന് സേതു പല്ലവിക്ക് ധൈര്യവും കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടി ഇങ്ങനെ ശബ്ദത്തിൽ കുടുങ്ങിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് കരണ്ടും പോയി. ആകെ മൊത്തത്തിൽ സീൻ ഇതായി. ആ സമയത്ത് സേതു, ഞാൻ വെട്ടം വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു മെഴുകുതിരി കിട്ടി. ആ മെഴുകുതിരി എടുത്ത് ലൈറ്റ് ഓണാക്കി, മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരിക്കുക. ലൈറ്റ് വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അപ്പുറയും ഇപ്പുറയും ഇരിക്കുന്നു. ഇടി നന്നായിട്ട് കുടുങ്ങുന്നുണ്ട്. സേതു ഇങ്ങനെ ധൈര്യസമ്പന്നനായിട്ട് അവിടെ ഇരിക്കുന്നു. പല്ലവിക്കാണെങ്കിൽ ഭയങ്കര പേടി. ശബ്ദം കേൾക്കും തോറും പല്ലവി ഇങ്ങനെ കണ്ണ് ഇറുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ രണ്ട് ചെവിയും പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പല്ലവി. അപ്പോൾ പല്ലവി ആദ്യം കണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ പല്ലവി ഇങ്ങനെ ഇതായിട്ട് ഭയങ്കര ടെൻഷനായിട്ട് സംസാരിക്കുമ്പോൾ തൻ്റെ സംസാരം കേട്ടാൽ ഞാനാണ് തന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് തോന്നുമല്ലോ എന്ന് സേതു പറഞ്ഞു. സേതുവേട്ട സങ്കടവും ദേഷ്യവും കൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും പല്ലവി ആ സാരി തലപ്പെടുത്ത് വലിയൊരിടി കുടുങ്ങിയപ്പോൾ തല വഴി മൂടി. പെട്ടെന്നാണ് ആ മെഴുകുതിരി എന്ന സാരിയിലേക്ക് തീ കയറി പിടിക്കുന്നത്. അപ്പോൾ സാരിയിൽ തീ ആളി അങ്ങ് കത്തി. അയ്യോ സേതുവേട്ട, സാരിയിൽ തീ എന്നും പറഞ്ഞു. പിന്നെ സേതു അത് അണച്ചു. അപ്പോഴത്തേക്കും പല്ലവിയുടെ ദേഹത്ത് നിന്ന് സാരി അഴിഞ്ഞങ്ങ് മാറിപ്പോയി. പെട്ടെന്ന് തന്നെ പല്ലവി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ നമ്മുടെ സേതു തൻ്റെ ഷർട്ട് ഊരി പല്ലവിക്ക് കൊടുത്തിട്ട് ഇട്ടോളാൻ പറഞ്ഞു. പല്ലവി അതിട്ട് സേതു ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് പല്ലവിക്കൊന്ന് ആശ്വാസമായത്. പിന്നെ പല്ലവി ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ അടുത്തേക്ക് സേതു ചെന്നിരുന്നു. കെട്ടുപോയ മെഴുകുതിരി വീണ്ടും കത്തിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. പല്ലവിക്ക് എന്തു പറയണമെന്നറിയില്ല. ഈ സമയത്ത് താനോടെ ഇരുന്നോളാൻ പറഞ്ഞു. പല്ലവി അവിടെ ഇരുന്നു. സേതു ആണെങ്കിലോ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ സേതുവേട്ടനൊരു ബുദ്ധിമുട്ടായല്ലേ എന്ന് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ തനിക്കൊരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നമ്മുടെ സേതു പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ട് പല്ലവി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. പല്ലവിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പാറുവിനെയാണ്. പാറുവാണെങ്കിൽ ഫോണെടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല. ഈശ്വരന്മാരെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥനയാണ് നമ്മുടെ അമ്മ. ഈശ്വര, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേന്നും പറഞ്ഞു. പുറത്തു പോയ അച്ഛൻ കയറി വരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ഇവർ ഓടിച്ചെന്നു. എന്തായി മാഷേ, എന്താ പറഞ്ഞേ കോളേജിൽ ചെന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് വാച്ചുമാൻ പറഞ്ഞത്. പിന്നെ അവൾ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പല്ലവിയെ കാണാത്തതിൻ്റെ പേരിൽ വേറെ ആരും ആയിരിക്കില്ല, ഞാൻ ഇന്ദ്രൻ തന്നെ ആയിരിക്കും എന്ന്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ അച്ഛാ തോന്നുന്നതെന്ന് പാറു പറഞ്ഞു. എൻ്റെ പല്ലവി മോളെ അവൻ ഉപദ്രവിക്കാനോ മറ്റോ ശ്രമിച്ചോ ഉറപ്പായിട്ടും ഞാൻ അവനെ കൊല്ലുമെന്ന് മാഷ് പറഞ്ഞു. അപ്പോൾ മാഷ് കൊല്ലണ്ട, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് നമ്മുടെ അമ്മ പറയാം.
അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാറുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ ആരുടെ കോളാണ് മോളെന്ന് ചോദിച്ചപ്പോൾ ആന ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൾ എടുത്തു. ഇപ്പോൾ നമ്മുടെ പല്ലവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ കാര്യം പറയാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫോൺ നമ്മുടെ അമ്മ, അതായത് ശോഭാമ്മ തട്ടിപ്പറിച്ച് മേടിച്ചു. എന്നിട്ട് എനിക്ക് ഒരാളെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുവാണ്. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, രാജലക്ഷ്മിയാണ്. അപ്പോൾ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് ഈ കോൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഓർത്ത് പുള്ളിക്കാരി കോൾ അങ്ങോട്ട് എടുത്തു. അപ്പോൾ എന്താ അടി, അപ്പോൾ എൻ്റെ മോൾ എവിടെ അടിയെന്ന് ചോദിച്ചു. എന്തോന്ന്, എൻ്റെ പല്ലവി മോൾ എവിടെയാണെന്നാണ് ചോദിച്ചതെന്ന് ശോഭാമ്മ ചോദിക്കുമ്പോൾ അവളെയെ ഞാനിവിടെ പത്തായത്തിലിട്ട് വെച്ചിരിക്കുക വിരിയിക്കാനെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളെ കാണാതായതിൻ്റെ പിന്നിൽ നീയോ നിൻ്റെ മോനോ ആണെങ്കിൽ വിരിയിക്കാൻ പോകുന്നത് നിന്നെയാണെന്ന് നമ്മുടെ ശോഭാമ്മ അന്നേരം പറഞ്ഞു. അപ്പം നീ എന്താ പറഞ്ഞത്, നിൻ്റെ മകളെ കാണാനില്ലെന്നോ? അതെ, എൻ്റെ മോളെ കാണാനില്ല. അപ്പോഴത്തേക്ക് രാജലക്ഷ്മി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. നിൻ്റെ മോൻ എൻ്റെ മോളെ പിടിച്ചോണ്ട് പോയെന്നാണ് ഞങ്ങളുടെ സംശയം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്തായാലും അവളെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടില്ല, മിക്കവാറും ആ സേതുവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക. നീ നിൻ്റെ കെട്ടിയവനും കൂടെ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആരുടെയും കൂടെ പോകുന്നവളല്ലടി എൻ്റെ മോളെന്ന് ശോഭാമ്മ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു ചിരി രാജലക്ഷ്മി. എൻ്റെ മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ വേറെ ആരും ആയിരിക്കത്തില്ല, നിൻ്റെ മകൻ ഇന്ദ്രൻ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. എങ്കിലേ കണക്കായി പോയടി, നീ വാ എന്നിട്ട് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും നിൻ്റെ മോളെ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകുവടി, ഞങ്ങൾ അങ്ങോട്ട് വരാൻ തന്നെ പോകുവാടി എന്ന് പറഞ്ഞിട്ട് ശോഭാമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രാജലക്ഷ്മിക്ക് ടെൻഷനായി തുടങ്ങി. ആ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. പല്ലവിയെ കാണാനില്ലെന്ന് ഇന്ദ്രനോട് അന്നേരത്തേക്കും രാജലക്ഷ്മി പറയാം. കാണാനില്ലെന്നോ? അവളിപ്പോൾ അവിടെ പോകാനാണെന്ന് ഇന്ദ്രൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ആ സേതുവും പല്ലവിയും കൂടെ ഒളിച്ചോടി പോയെന്നാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് ഇന്ദ്രൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ആ രീതിയിലായിരുന്നു രണ്ടിൻ്റെയും പോക്ക്. എടാ, താലി പൊട്ടിച്ച് നിൻ്റെ മുഖത്ത് അവൾ എറിഞ്ഞു തന്നെങ്കിലും റെക്കോർഡ്സിലെല്ലാം അവളിപ്പോഴും നിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഇന്ദ്രനോട് അമ്മ. അമ്മ റെക്കോർഡിലല്ലല്ലോ, അവളുടെ മനസ്സിലല്ലേ ആ ചിന്ത വേണ്ടതെന്ന് ഇന്ദ്രൻ. അവിടെ എനിക്ക് പകരം സേതു ആണെങ്കിൽ ജീവിതകാലം അവൾ അവൻ്റെ ഭാര്യയായിട്ട് കഴിയട്ടെ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞു ഇന്ദ്രൻ. അപ്പം നിനക്ക് വിഷമമില്ലടാ മോനെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് കാണാതിരിക്കും അമ്മയെന്ന് ചോദിച്ചു. ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് അമ്മയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച് തകർക്കുവാണ് ഇന്ദ്രൻ. അങ്ങനെ എൻ്റെ വിധിയാണെന്ന് ഓർത്തോളാമെന്നും പറഞ്ഞ് ആശാൻ അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ പല്ലവി അവിടെ ഇരിക്കുന്നു, സേതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ സേതുവേട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന് പല്ലവി ചോദിച്ചപ്പോൾ മെഴുകുതിരി മറിഞ്ഞ് പല്ലവിക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അല്ലെങ്കിലും സേതുമാധവൻ അടുത്തുള്ളപ്പോൾ എനിക്കൊരു അപകടവും പറ്റില്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. സേതുവേട്ടനെ ഭൂമിയിലേക്ക് അയച്ചതേ പല്ലവിയുടെ രക്ഷകനായിട്ടാണെന്നൊക്കെ പല്ലവി പറയാം. അല്ലെങ്കിൽ എത്ര തവണയാ സേതുവേട്ടൻ എന്നെ രക്ഷിക്കാനായിട്ട് എത്തിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിന് ഭയങ്കര സന്തോഷം. പല്ലവി അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ ആദ്യം ഇന്ദ്രനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ, പിന്നെ എൻ്റെ ജോലി തിരിച്ചു വാങ്ങി തന്നപ്പോൾ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങളിൽ പിന്നെ ഒരു ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് ഒറ്റയായപ്പോൾ, പിന്നെ ഇപ്പോൾ അങ്ങനെ എത്രയെത്ര തവണയാണ് മറ്റേതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ ഇപ്പോൾ സേതുവേട്ടനോട് ഐ ലവ് യു എന്ന് പറഞ്ഞേനേന്ന് പറയാം. അപ്പോഴത്തേക്ക് സേതുവിനൊരു സേതു ഇങ്ങനെ നോക്കി. പക്ഷേ ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. ആ ചിരി അതുപോലെ തന്നെ മാഞ്ഞു. ഞാൻ സേതുവേട്ടനെ കാണുന്നതേ ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ പറഞ്ഞു. ആ പ്രതീക്ഷയും പോയി. ദൈവത്തിനോട് ആരെങ്കിലും ഐ ലവ് യു പറയുമോ? ഇല്ല, പറയില്ല. ആരാധിക്കേ ഉള്ളൂ എന്ന് നമ്മുടെ പല്ലവി പറയാം. പല്ലവിയുടെ ഇഷ്ടം തുറന്ന് പറയാത്തത് നന്നായി. സാരമില്ല, ആരാധന എന്നെങ്കിലും പ്രണയത്തിന് വഴി മാറും, അതുവരെ നല്ല കുട്ടിയായി കാത്തിരിക്കാമെന്ന് സേതു ഇങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ. അപ്പോഴേക്കും നല്ല ഇടികുടുക്കമുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ പരാതി കൊടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ പേര് പറഞ്ഞാണ് മേഡത്തിന് പരാതി കൊടുക്കുന്നത്. അപ്പോൾ എന്നെ തോക്കി കൊല്ലാൻ വിധിച്ചാൽ എനിക്കൊരു സന്തോഷമുള്ളൂ, ഇന്ദ്രനെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ദ്രൻ പല്ലവിയെ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം അവൻ്റെ കാര്യമൊന്നും മേഡം പറയാം. മുൻപ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പല്ലവിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നെന്താ നിങ്ങൾ പോലീസിൽ അറിയിക്കാതിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ്റെ അനിയൻ പോലീസിൽ പറയരുത് എന്നും പറഞ്ഞ് എൻ്റെ കാല് പിടിച്ചെന്നുള്ള കാര്യം പറയാം. പിന്നെ ഇന്ദ്രനെ കൊണ്ട് പല്ലവി മോളോട് മാപ്പ് പറയിക്കുകയും ചെയ്തെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോലീസ് കേസാകാതെ രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു അഭിനയമായിട്ടായിരുന്നു നിങ്ങൾ കാണേണ്ടിയിരുന്നതെന്നുള്ള കാര്യം മേഡം പറയാം. അന്ന് നിങ്ങളൊരു കംപ്ലൈൻറ്റ് തന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയാം. അന്നേ അവനെ ഞാൻ പൂട്ടിയേനെ എന്നൊക്കെ മേഡം പറഞ്ഞപ്പോൾ സോറി പറയാം അച്ഛൻ, ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ശല്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റു പറ്റിയതെന്നും അവനൊരു ക്രിമിനലാണെന്നുള്ള കാര്യവും മേഡം പറയുവാണ്. നല്ല പക്ക ക്രിമിനലാണവൻ. അത് പല്ലവിക്ക് മനസ്സിലായതുകൊണ്ടാണ് കല്യാണ രാത്രിയിൽ തന്നെ പല്ലവി അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒരു പെൺകുട്ടി താലികെട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.
ആ കുട്ടി അവൻ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആരും മനഃപൂർവ്വം ഒരിക്കലും കെട്ടുതാലി വലിച്ചെറിയാനായിട്ടോ പൊട്ടിക്കാനോ നോക്കില്ലല്ലോ. ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എല്ലാം എൻ്റെ തെറ്റാണ് മാഡം. ഇന്ദ്രനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ അവരുടെ കല്യാണം നടത്തിയതാ പറ്റിയതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് തെറ്റായിപ്പോയൊരു തീരുമാനമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു. അപ്പോൾ മാഷിനെ പോലെ പലർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കുടുംബമഹിമയും അതുപോലെ പയ്യൻ്റെ ജോലിയും സൗന്ദര്യവും ഒക്കെ കണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ കെട്ടങ്ങ് നടത്തും. പിന്നെ സംഭവിക്കുന്നത് എന്താ? ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ആ പെൺകുട്ടിയാണ് എല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു മേഡമായിട്ട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾ പേടിക്കേണ്ട, ഇന്ദ്രനെ ഞങ്ങൾ പൊക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെയുള്ള കോൺസ്റ്റബിൾ സാറിനെ വിളിച്ചു. അതിനുശേഷം പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് അച്ഛനോടും അമ്മയോടും പല്ലവി ഇന്ദ്രൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ എത്ര ഇതായിട്ടാണെങ്കിലും ഞങ്ങൾ പല്ലവിയെ രക്ഷിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഗ്യാങ് അങ്ങ് പോവാം. ഈ സമയത്ത് അമ്മയും മോനും കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുവാണ്. അപ്പോഴാണ് മോന് വെള്ളം കുടിക്കാൻ തോന്നിയത്. അമ്മയോട് വെള്ളം ചോദിച്ചപ്പം മോനെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുക. വെള്ളം എടുത്ത് കൊടുക്കുന്നില്ല. അമ്മയോട് ചോദിച്ചാൽ വെള്ളം കിട്ടില്ല, ഞാൻ എടുത്ത് കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. രാജലക്ഷ്മിയാണ് TVക്ക് അകത്തേക്ക് കയറി ഇരുന്നിട്ടാണ് TV കാണുന്നത്. ഈ സമയത്ത് പോലീസുകാർ വീട്ടിൽ വന്നത് ഇതൊന്നും ഇവരറിയുന്നില്ല കേട്ടോ. അങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് ഇങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയ സമയത്ത് ഇവിടെ ആരും ഇല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് SIയും ഗ്യാങ്ങും അങ്ങോട്ടേക്ക് വന്നു. രാജലക്ഷ്മി വന്ന് നോക്കുമ്പോൾ പോലീസുകാർ നിൽക്കുന്നു. പോലീസുകാരെ കണ്ടപ്പോൾ ഈശ്വര, രാത്രിയും പോലീസോ? ഇവിടെ പോലീസോ? അതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാജലക്ഷ്മി ചെല്ലുക. അപ്പോൾ നിങ്ങളുടെ മകൻ ഇന്ദ്രൻ എന്തെന്ന് ചോദിച്ചു. എന്താ മേഡം, അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വെള്ളവും കുടിച്ച് ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരിക പഞ്ചപാവമായിട്ട്. ഞാനിവിടെ ഉണ്ട് മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വരുന്നത്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് എന്താ മേഡം, എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഞാൻ എന്തിനാ വന്നെന്നും അറിയാമല്ലോ. അപ്പോൾ മുഖം നോക്കി കാര്യങ്ങൾ ഗണിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല മേഡം എന്ന് നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു. എനിക്കും ഇല്ല എന്ന് രാജലക്ഷ്മി. എൻ്റെ കൈവാക്കിന് നിന്നാലേ തള്ളയും മോനും കൂടെ ഒരുപാട് നിന്നങ്ങ് തമാശിക്കല്ലേ എന്ന് മേഡം. ഞാൻ വന്നത് പല്ലവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക. ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു രാജലക്ഷ്മി. എടാ, ഇനി നിൻ്റെ ഈ തള്ള വാ തുറന്നാലേ നിൻ്റെ കവാലക്കുറ്റി അടിച്ചാൽ പൊളിക്കും എന്ന് മേഡം പറയുക. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു. രാജലക്ഷ്മിക്ക് അത് കേട്ടപ്പോൾ ഒന്ന് പേടിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ രാജലക്ഷ്മിയെ ആ സമയത്ത് മേഡം ഇന്ദ്രൻ്റെ തോളത്ത് കൈ വെച്ചിട്ട് ചോദിച്ചു, എന്തേ പല്ലവി എവിടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.